അവളുടെ നേർക്ക് ശ്രീഹരി നടന്നു വന്നതും അവളൊന്ന് പകച്ചു. മീനാക്ഷി, എനിക്ക് മേടിച്ചു കൊണ്ടുവന്നത് എനിക്കിങ്ങ് കൊണ്ടുവരൂ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ശ്രീഹരി പറഞ്ഞതും മീനാക്ഷി അസ്ത്രം പോലെ മുറിയിലേക്ക് പാഞ്ഞു. അവൾ കൊണ്ടുവന്ന കവർ ശ്രീഹരി മേടിച്ചു. താങ്ക് യു മീനാക്ഷി, അവൻ പറഞ്ഞു. അവളൊന്ന് മന്ദഹസിച്ചു. എങ്കിലും അവൻ പറഞ്ഞതിൻ്റെ പൊരുളായിരുന്നു മനസ്സ് മുഴുവനും. ഇനി ബാക്കി സംസാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി കസാരയിലിരുന്നു. താൻ ഈ പുറമേ കാണുന്നതൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ പച്ചയായ ജീവിതം. ഒരു കുടുംബവും കുട്ടികളുമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ലഭിക്കുന്നത്. അതല്ലാതെ ഒരു ലോകമുണ്ട്. ഒരു നാട്ടിൻപുറത്തുകാരിക്ക് അത് ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. എന്നാലും ഞാൻ പറയാം. പെട്ടെന്നായിരുന്നു മീനുവിൻ്റെ ഫോൺ ചിലച്ചത്. രുക്മിണിയമ്മയായിരുന്നു ലൈനിൽ. അവരുടെ സംസാരം കുറച്ചു നീണ്ടുപോയി. ഫോൺ വെച്ചു കഴിഞ്ഞു മീനു നോക്കിയതും ശ്രീഹരി എവിടെയെങ്ങും കണ്ടെത്താനായില്ല. അവൻ മുറിയിലേക്ക് കയറിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. ശ്രീഹരി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വരാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് അമ്മ വിളിച്ചത്. മീനാക്ഷി തെല്ല് വിഷമത്തോടെ കുറച്ച് സമയം കൂടി കാത്തിരുന്നു. അന്ന് രാത്രിയിൽ മീനാക്ഷി നല്ല ഉറക്കത്തിലാണ്. ഇടയ്ക്ക് ലൈറ്റിൻ്റെ വെളിച്ചം ജനാലയിലേക്ക് വന്നതും അവൾ കണ്ണു തുറന്നു. പുറത്തേതോ വണ്ടി വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വേഗം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കാം. മീനാക്ഷി അവളുടെ വാതിൽ ഒന്നുകൂടി മുറുക്കെ താഴിട്ടു. ജനൽ കർട്ടൻ പകഞ്ഞു മാറ്റി അവൾ പുറത്തേക്ക് നോക്കി. ഏതോ 2 പുരുഷന്മാർ ഹാളിൽ നിൽപ്പുണ്ട്. ശ്രീഹരിയുമായി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ശ്രീഹരിക്ക് അവർ എന്തോ കൈമാറി. ശ്രീഹരി കുറേ ക്യാഷ് എണ്ണിയിട്ട് അതിൽ ഒരാൾക്ക് കൊടുത്തു. കുറച്ച് സമയം കൂടി അവർ ശ്രീഹരിയുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. കാർ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം കേട്ടതും ഹാളിൽ ലൈറ്റ് തെളിഞ്ഞതും ഒരുപോലെയായിരുന്നു. ശ്രീഹരി അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മുൻപിൽ മീനാക്ഷിയെ കണ്ടതും അവനൊന്ന് പരിങ്ങി. ആരാ ശ്രീയേട്ടാ അവര്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ ചോദിച്ചു. അതെൻ്റെ വേണ്ടപ്പെട്ടവരാണ്. ഈ പാതിരാത്രിയിൽ വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ട് എന്താണ് ഇടപാട്? ഇവിടെ പലരും വരും പോകും. ഇതെൻ്റെ വീടാണ്. നീ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? അതിനു വേണ്ടി ഞാൻ നിനക്ക് അധികാരമൊന്നും തന്നില്ലല്ലോ. ഒരുപാട് ഓവർ സ്മാർട്ട് ആകാൻ നോക്കരുത്. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നിന്റെ ഈ ഓവർ സ്മാർട്ട്നെസ്. പക്ഷെ അത് എൻ്റെ അടുത്ത് വിലപ്പോകില്ല കേട്ടോ, ശ്രീഹരി എടുത്തടിച്ചതുപോലെ മറുപടി കൊടുത്തു. പക്ഷെ മീനാക്ഷി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആരാണ് വന്നത് എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഇത്രയ്ക്ക് ദേഷ്യപ്പെടണോ ശ്രീയേട്ടാ? അങ്ങനെ ചോദിച്ചത് അത്രമേൽ വലിയ അപരാധമാണോ? 2 കൈയും മാറിൽ കെട്ടിക്കൊണ്ട് അവൾ അവനെ തന്നെ നോക്കി. പക്ഷെ അവനൊന്നും പറയാതെ വാതിലടച്ചു. കയ്യിലിരുന്ന പൊതിയുമായി കയറിപ്പോകുന്ന ശ്രീഹരി അവൾ നോക്കി നിന്നതേയുള്ളൂ. ശ്രീഹരി ഈ നാട്ടിൽ ആർക്കും പരിചയമില്ലേ എന്ന് പലതവണ മീനാക്ഷി ഓർത്തു. കാവിലെ പൂരത്തിന് പോയപ്പോഴും ആരും അവനെ തിരിച്ചറിയാത്തത് എന്തേ? ഒരാൾ പോലും വന്നിട്ട് ഒരക്ഷരം സംസാരിച്ചില്ല. ആർക്കും യാതൊരു പരിചയമില്ലാത്ത പോലെയായിരുന്നു എന്ന് അവൾ ചിന്തിച്ചിരുന്നു. ഇല്ലെങ്കിൽ ജയിലിൽ നിന്നും ഇറങ്ങിയ ആളെ ആർക്കും അറിയാണ്ടിരിക്കുമോ? അങ്ങനെ പെട്ടെന്ന് ആളുകൾ മറന്നു പോകുകയൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മീനാക്ഷിക്ക് തോന്നി. എന്തെങ്കിലും ഉടനെ ചെയ്യണം അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ മീനാക്ഷി ബാങ്കിലേക്ക് വിളിച്ചു അവധിയെടുത്തിരുന്നു. ഇന്ന് എന്തായാലും ജോലിക്ക് പോകുന്നില്ല എന്നവൾ തീരുമാനിച്ചിരുന്നു. ശ്രീഹരി ഉണർന്നപ്പോഴേക്കും മീനാക്ഷി ജോലികളെല്ലാം തീർത്തിരുന്നു. ഇന്നലെ രാത്രിയിലെ ദേഷ്യമൊക്കെ ഇന്നവൻ്റെ മുഖത്തില്ല എന്നവൾക്ക് തോന്നി. പക്ഷെ അവൻ അവൾക്ക് നേരെ ഒന്ന് നോക്കുന്ന പോലുമില്ല. ചായ കുടിച്ചിട്ട് അവൻ നേരെ റൂമിലേക്ക് പോയി. അവൾ കുറച്ചു സമയം മുറ്റത്തെ ചെടികളൊക്കെ നട്ടുനനച്ചു നിന്നു. അതിനുശേഷമാണ് അകത്തേക്ക് വന്നത്. എന്തേ ഇന്ന് താൻ ജോലിക്ക് പോകാഞ്ഞത്? തനിക്ക് സുഖമില്ലേ മീനാക്ഷി? പതിവ് സമയത്തും അവൾ ഇറങ്ങാഞ്ഞത് കണ്ടപ്പോൾ ശ്രീഹരി അവിടേക്ക് വന്ന് ചോദിച്ചു. ഇന്ന് അമ്മ വരുമെന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തതാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് ഒട്ടും പതരാതെയാണ് അവൾ അവനെ നോക്കി അത് പറഞ്ഞത്. ശ്രീഹരിയിലുണ്ടായ ഭാവവ്യത്യാസം അവൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാഞ്ഞത്? അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അമ്മ എന്നോട് ഇപ്പോഴാ വിളിച്ചു പറഞ്ഞത്. അമ്മ പറയാതെ എനിക്കെങ്ങനെ പറയാൻ പറ്റും? തന്നെയുമല്ല, അമ്മയുടെ വീടല്ലേ ഇത്. ഉള്ളിലെ ഭയം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അമ്മ എപ്പോൾ എത്തും? എന്തേലും പറഞ്ഞോ? അവൻ ചോദിച്ചു. രാത്രിയാകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. കൂടുതലൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് അമ്മയുടെ വീടല്ലേ. ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ അതിന്? മീനാക്ഷി അലക്ഷ്യമായി അവന് മറുപടി കൊടുത്തു.
ശ്രീഹരി ആകെ അസ്വസ്ഥനാകുന്നത് അവൾ നോക്കി കാണുകയാണ്. അമ്മ വരുന്നത് സന്തോഷമല്ലേ ശ്രീയേട്ട? അവൾ ചോദിച്ചതും ശ്രീഹരി അവളെ കനപ്പിച്ചു നോക്കിയിട്ട് തിരിഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി. ശ്രീഹരി പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് മീനാക്ഷി നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ മുറിയിലൊന്ന് കയറിപ്പറ്റാമെന്നാണ് അവളുടെ കണക്കുകൂട്ടൽ. ഉച്ചയ്ക്ക് അവനുള്ള ഊണ് എടുത്തു വെച്ച് കഴിഞ്ഞ് മീനാക്ഷി നോക്കിയപ്പോൾ അവൻ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ സമയമായി അവൻ സംസാരത്തിലാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ നോക്കിയപ്പോൾ അവൻ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നതാണ് കണ്ടത്. ആ സമയത്ത് കയറാനായി അവൾ തുടങ്ങിയതും അവൻ്റെ വണ്ടി എത്തുന്ന ശബ്ദം കേട്ടു. വൈകിട്ട് ശ്രീഹരി പൂജാമുറിയിൽ കയറിയപ്പോൾ മീനാക്ഷി ആദ്യമായി അവൻ്റെ മുറിയിൽ പ്രവേശിച്ചത്. അവൾക്കറിയാം അവൻ ഉടനെ ഒന്നും ഇറങ്ങി വരില്ലെന്ന്. ശ്രീഹരി അടുത്തെത്തുമ്പോഴുള്ള മണം തന്നെയാണ് ആ മുറിക്കകത്തും. കുറേയേറെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ എഴുതിയിട്ട് കീറിക്കളഞ്ഞതാണെന്ന് തോന്നുന്നു. പേപ്പർ കുറച്ച് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു ചന്ദന വിഗ്രഹം മേശയുടെ നടുക്കിരിപ്പുണ്ട്. അവൻ്റെ 2-3 ഷർട്ട് തേച്ചു മടക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല അടുക്കും ചിട്ടയുമുള്ള ആളാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു ഡയറി ഇരിക്കുന്നത് കണ്ട മീനാക്ഷി അതെടുത്ത് നോക്കി. അവൾ അത് തുറന്നതും ശ്രീഹരി ഒറ്റ അലർച്ചയായിരുന്നു. മീനാക്ഷി, ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ മുറിയിൽ കയറിയത്? എന്തെടി? അവൻ അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. പേടിച്ച് പിന്നോട്ട് മാറിയ അവളുടെ അടുത്തേക്ക് അവൻ വന്നു. അവളുടെ ഫോൺ ശ്രീഹരിയുടെ കയ്യിലുണ്ടായിരുന്നു. ഫോൺ ശബ്ദിച്ചപ്പോൾ അവൾ പ്രാർത്ഥിച്ചത് രുക്മിണി അമ്മ ആകരുത് എന്നാണ്. പക്ഷേ ഇതാ അമ്മയാണ്. അവൻ അതിൻ്റെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു. മീനാക്ഷിക്ക് തൊണ്ട പറ്റി വരണ്ടു. ഈശ്വര, പിടിക്കപ്പെടുമല്ലോ. രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്താ അമ്മയോട് സംസാരിക്കാഞ്ഞത്? നീ എന്താ കട്ട് ചെയ്തത്? അവൻ അവളുടെ കയ്യിൽ നിന്നും വീണ്ടും ഫോൺ മേടിച്ചു. എടുത്ത് അങ്ങോട്ട് വിളിച്ചു. ദാ റിങ് ചെയ്യുന്നുണ്ട്, അമ്മയോട് സംസാരിക്കൂ. അവളുടെ നേർക്ക് നീട്ടി. ഈ തവണ മീനാക്ഷിക്ക് ഫോൺ മേടിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ഹലോ അമ്മേ. അവൾ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു. അതെ അമ്മേ, ഞാൻ ഓഫീസിൽ പോയതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അവൾ കളവ് പറയുന്നത് കേട്ടുകൊണ്ട് ശ്രീഹരി അവളെ നോക്കി സെറ്റിയിലിരിക്കുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞു അമ്മേ? അവൾ അവരോട് ചോദിച്ചു. മോളെ, നീ നമ്മുടെ തെക്കുവശത്തെ സർപ്പക്കാവില്ലേ, അങ്ങോട്ടൊന്നും അസമയത്ത് പോകരുതേ. സർപ്പദോഷം നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. അമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ശ്രീഹരി ഇരിക്കുകയാണ്. അത് മതിയമ്മേ, അമ്മ പതിയെ വന്നാൽ മതി. ഒരു തരത്തിൽ അവരോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് അവൾ അകത്തേക്ക് പോകുവാൻ തുനിഞ്ഞതും ശ്രീഹരി അവളെ തടഞ്ഞു. അങ്ങനെ അങ്ങ് പോകുവാൻ വരട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് കൂടി കേട്ടിട്ട് അതിൻ്റെ ഉത്തരം കൂടി പറഞ്ഞിട്ട് പോയാൽ മതി. അവനെ തട്ടിമാറ്റിക്കൊണ്ട് വീണ്ടും മുൻപോട്ട് പോകുവാൻ ശ്രമിച്ചതും ആ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ കൈത്തണ്ടിയിൽ അമർന്നതും പെട്ടെന്നായിരുന്നു. ശരിക്കും മീനാക്ഷി വേദന കൊണ്ട് പൊളിഞ്ഞുപോയി. എന്നോട് കള്ളം മാത്രം പറയരുത്. പറയുന്നത് ആരായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ആരായാലും ഞാൻ മാപ്പ് തരില്ല. ഈ ശ്രീഹരിയോട് അതുമാത്രം വേണ്ട മീനാക്ഷി. അത് പറയുമ്പോൾ അവൻ്റെ കൈകൾ ഞെരിഞ്ഞു. മീനാക്ഷിക്ക് കൈത്തണ്ട ഒടിഞ്ഞ് നുറുങ്ങുന്ന വേദനയാണ് അനുഭവപ്പെട്ടത്. അവൻ അണിയിച്ച കുപ്പിവളകളിൽ 1-2 പൊട്ടി താഴേക്ക് വീണു. അവളുടെ കൈത്തണ്ടയിൽ രക്തം പൊടിഞ്ഞു. വിട്, എൻ്റെ കൈവേദനിക്കുന്നു. അവളത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി വന്നു. നീ ആരാ? ആരോട് ചോദിച്ചിട്ടാടി നീ എൻ്റെ റൂമിൽ കയറിയത്? പറയടി, അവൻ അലറി. മീനാക്ഷി മുഖം താഴ്ത്തി നിന്നതേ ഉള്ളൂ. ചോദിച്ചത് കേട്ടില്ലടി. എന്നെ ഭരിക്കുവാനും എൻ്റെ കാര്യങ്ങൾ ചോദിക്കുവാനും ഉള്ള അധികാരം നിനക്ക് എന്നല്ല ഒരു പെണ്ണിനും ഈ ശ്രീഹരി കൊടുത്തിട്ടില്ല. നീ ഓവർ സ്മാർട്ടായിട്ടും ഞാൻ ക്ഷമിച്ചു നിന്നത്. അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ഞാൻ പൂജാമുറിയിൽ പോയ തക്കത്തിന് നീ എൻ്റെ റൂമിലേക്ക് കയറിയല്ലേ? നിനക്കെന്താ വേണ്ടത്? ക്യാഷാണോ? അതോ നീ എന്താ മോഷ്ടിക്കുവാനാണ് ഇങ്ങോട്ട് കയറി വന്നത്? പറയടി. എടി പറയാൻ അവന് കലി കയറി. ഞാനൊന്ന് എടുക്കാൻ കയറിയതല്ല. അത് പറയുമ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ എന്തിനാടി? നിനക്ക് എന്നോട് എന്താ പ്രേമമാണോ? ആണെങ്കിൽ അത് നീ നിൻ്റെ മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങോട്ട് എടുക്കേണ്ട. നീ വിചാരിക്കുന്ന ആളല്ല ഈ ശ്രീഹരി. ദേഷ്യം കൊണ്ട് അവൻ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. മീനാക്ഷിയാണെങ്കിൽ കൈവേദനിച്ചിട്ട് ഇപ്പോൾ വീണുപോകും എന്നോർത്തു. അതിലും അവളെ വിഷമിപ്പിച്ചത് അവൻ്റെ ഓരോ വാക്കുകളും ആയിരുന്നു.